ഇന്ന് നമ്മളോട് ഇന്നത്തെ മുഖ്യ അതിഥിയാകേണ്ടത് നൂറെ അജ്മീറിന്റെ വലിയ പൈസയാണ്. ഫ്ലക്സിലൊക്കെ അടിച്ചതും നോട്ടീസ് അടിച്ചതൊക്കെ ഇതാണ്. പ്രചാരണം നടത്തി ബഹുമാനപ്പെട്ട കമാൽ ഫൈസി അവരാണ്. അദ്ദേഹം ചെയ്തത് നമ്മളൊരു കൊലചതിയാണ്. കാരണം ഒരു സംഘാടകർക്ക് ഒരു പരിപാടി നടത്താൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് തുറന്നു പറയാൻ പോവാൻ ഞാൻ. കാരണം ഏപ്രിൽ 26 ഇലക്ഷൻ കഴിയും, 27 ഞങ്ങളൊരു യാത്ര പോവുകയും ബഹുമാനപ്പെട്ട കന്യത്തുസ്താൻ മക്ബറ ദിയാർത്ത് ചെയ്യും. അവിടെയുള്ള മുത്തലിം മക്കളോട് ചോദിച്ചു, വലിയ ഉസ്താദ് ഉണ്ട് പറഞ്ഞു. ഞങ്ങൾ 4 പേർ അവിടെ പോയി. ഞാൻ പട്ടണത്തെ MS കോട്ടക്കുന്ന് അദ്ലിഞ്ഞ് മൊയ്ച്ച ആരിക്കാട് പോകുമ്പോൾ മൂപ്പറുണ്ട്. സന്തോഷത്തോട് ഞങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ബുക്കിംഗ് ചെയ്താണ്. ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞതാണ്, ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ട്. ജീവിതത്തിൽ 42 കൊല്ലം ഇപ്പൊ കേരളത്തിൽ ഞാനും സലാഹിച്ചാൻ പോവാത്ത ഒറ്റ ഒരു പണ്ഡിതന്മാരല്ല മറിഞ്ഞു പോയ മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഒരു പണ്ഡിതന്മാരല്ല, 2 ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ കാണാൻ പോയ വ്യക്തികളെ ഞാനും സലാഹിച്ചാവും. അങ്ങനെ അദ്ദേഹം കാരണം MS-ന്റെ കാറിൽ അയാള് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ബഹുമാനോട് തങ്ങളെ കോളേജ് വരെ തങ്ങളും ഒന്നിച്ച് പോയതാണ്. ഞാനും മൂപ്പർ പറഞ്ഞു, ഞാൻ ബന്ധം ഖാജാവുമായിട്ട് 40 കൊല്ലത്തെ ബന്ധമാണ്. 40 ദിവസം പോയ വ്യക്തി പറഞ്ഞു, നല്ലോണം സന്തോഷമായി. ഞങ്ങൾ ചായയിൽ നിന്ന് അയാൾ തന്നെ 26-ാം തീയതി വെള്ളിയാഴ്ച നിന്ന് കലണ്ടറിൽ എഴുതിയാൾ. അയാളെ കാദിമോട് ബുക്കിൽ എഴുതാനും പറഞ്ഞു. ഈ അദ്ലിഞ്ഞുണ്ട് എഴുതിട്ട് MS ഇല്ലാന്ന് വിളിപ്പത്. പിറ്റേ ദിവസം 28-ാം തീയതി അയാളെ നൂറെ അജ്മീറിൽ പരസ്യമാക്കി ബഹുമാനത്തോടുകൂടെ ഞങ്ങൾ 4 ആളെ പേര് പറഞ്ഞു. കാസർഗോഡ് ഇന്നലെ 4 ആൾ വന്നിട്ടുണ്ടായിരുന്നു, പറപ്പാടി നിന്ന് ആളെ ഇന്നലെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് നോട്ടീസെല്ലാം അടിച്ച് ഒരു 3 മാസം 2-3 മാസത്തിനുള്ളിൽ നോട്ടീസ് അയച്ചു കൊടുത്തു. ഒരു 1.5 മാസം മുമ്പ് എനിക്ക് ഫോൺ ചെയ്തത്. കാരണം വിഷയങ്ങൾ തങ്ങന്മാർ ഒക്കെ പെട്ടെന്ന് തീർക്കണം, 8 മണിക്ക് തന്നെ തുടങ്ങണം. ഇത്ര പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ രാവിലെ കുറെ അയാളെ തോന്നുന്ന ആൾക്കാരുണ്ട്. കൊല ചതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാൾ. 10 ദിവസം മുമ്പ് അയാളെ സ്പീക്കറിൽ പറഞ്ഞു, 25-ാം തീയതി പറപ്പാടിയിൽ ഞാനുണ്ട്. പൊരങ്ങ പെണ്ണുങ്ങൾ കാണിച്ച് അതിന് അത്ര കട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും അയാൾക്ക് അയച്ചു കൊടുത്തു. 25 അല്ല 26, 25 കളത്തൂർ പരിപാടി ഇന്ന് അയാൾ ബന്ധനമില്ല എനിക്കറിയില്ല. ഈ 2 പരിപാടി ഒന്നും നടത്താനുള്ള ഒരു പരിപാടി ചെയ്തതാണ്. കളത്തൂറ പരിപാടി, പറപ്പാടി പരിപാടി ഒന്നിച്ച് നടത്താനുള്ള ഒരു തന്ത്രമാണ്, പൈസാക്ക തന്ത്രമാണ്. ഈ രാവിലെ ഒക്കെ കൂക്കി ഇത് വരക്കുന്ന പൈസാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പരസ്യം വരുന്നുണ്ട്, ഒരുപാട് പൈസാക്കുന്നുണ്ട് ആള്. ഞാൻ തിരിച്ച് ആൾക്ക് പറഞ്ഞ് നമ്മളെ ആദ്യം പറഞ്ഞ് 26 ഒത്തിരി, ഞങ്ങൾ 26 ഒത്തില്ല. ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് MS-നെ വിളിച്ച്. ഞാൻ എപ്പോ MS പൈസത് MS വീണ്ടും വിളിച്ചിട്ട് MS-നോട് പറഞ്ഞ അങ്ങനത്തെ കാര്യം ഒത്തിട്ടേ ഇല്ല. ഞാൻ പരിപാടിക്ക് 26-ാം തീയതി പരിപാടിക്ക് ഒത്തി, എന്നോട് 25 പറഞ്ഞ് MS-ഓട് 26 ഒത്തിട്ടേലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വിളിക്കും, ഫോൺ എടുത്തില്ല. വൈകുന്നേരം 22 മിനിറ്റ് അയാൾക്ക് വോയിസ് ഇട്ട്. 22 മിനിറ്റ് വോയിസ്. അയാളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വോയിസ് ഒരു വ്യക്തി ഇട്ടിട്ടില്ല അവൻ. കാരണം നമ്മൾ ആ വികാരം കാരണവശങ്ങൾ നിങ്ങളെ മുമ്പിൽ നമ്മൾ കളനാണ്. കാരണവശങ്ങൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ഒക്കെ നോട്ടീസിലും ഫ്ലക്സിലും അടിച്ച് പരസ്യം ചെയ്ത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി സാധാരണക്കാർ ഒരു മുലാരെ കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് പറയുന്നത്. അതാണ് തുറന്നു പറയുന്നത്. ഏതൊരു സംഘടകർക്ക് ഒരു സംഘം സംഘടിപ്പിക്കണം, അത്ര കഷ്ടപ്പാടുണ്ട്. ഓരോ ഉസ്താദ്മാരെ 3-4 പ്രാവശ്യം വിളിക്കും, ഓരോ തങ്ങന്മാരെ 3-4 പ്രാവശ്യം വിളിക്കും. ഇത് 8 മാസം, നാളെ 27-ാം തീയതി നാളെ 8 മാസം അയാളായിട്ട് നമ്മായിട്ട് ബന്ധം. അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേക്കമ്പുത്തൂർ പരിപാടിക്ക് ഒരു 10,000 രൂപ കൂടുതൽ കിട്ടുന്നുണ്ട് പോകുന്നത്. ഇന്ന് കേക്കമ്പുത്തൂർ പരിപാടി ഇന്ന് രാത്രി വാർഷികമാണ് അയാൾക്ക്, കർണാടക കേക്കമ്പുത്തൂർ. ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കൊല ചെയ്തത്. ആരും ഏതൊരു വ്യക്തിയാണ് കഴിഞ്ഞ കാരണം നമ്മളെ ഈ നോട്ടീസിൽ വെച്ചിട്ട്. കാരണം അതും അങ്ങനെ ഹജ്ജിന് പോകുന്നതായിട്ട് മുമ്പ് ഞാൻ ബുക്ക് ചെയ്താണ് കളസ. മൂപ്പര് 2 മാസം വിളിച്ച് പറഞ്ഞ് അമിച്ച ഫ്ലക്സ് ഒക്കെ അടിച്ചായിക്കോട്ട് നോട്ടീസ് അടിക്കുന്നതായിട്ട് പിന്നെ ഒരു കാര്യം എന്നെ ഒഴിവാക്കണം. ഞാൻ ദുബൈയിൽ പോകുന്നു, എത്ര മാന്യത ഉണ്ട്. ഞാൻ ദുബൈയിൽ പോകുന്നുണ്ട്. ദുബൈയിൽ 26-27 എത്തി ഞാൻ ഇങ്ങോട്ട് വരുന്നു വരെ പറഞ്ഞു എന്നോട്. അതൊരു മാന്യതല്ലേ? ഇന്ന് സെമി തങ്ങൾ മൂപ്പർ രാവിലെ വിളിച്ചവരോട് പറഞ്ഞ്, ഇന്ന് മൂപ്പറാണ് പറയേണ്ടത്. രാവിലെ വിളിച്ചു പറഞ്ഞ അമിച്ച എന്റെ കുഞ്ഞുമാന്റെ മോന് വരും അഷ്റഫ് തങ്ങൾ. എത്ര മാന്യത ഉണ്ട്. അയാൾ വരാതിരിക്കുകയും അയാൾ സംസാരിക്കാതിരിക്കും, അതൊരു മാന്യതല്ല. ഇന്ന് രാവിലെ പറഞ്ഞു എത്ര മാന്യത, എത്ര സന്തോഷമുണ്ട് നമുക്ക് ആ തറവാട്ടോട്. നമുക്ക് ആരായാലും മോശമില്ല, ആ തറവാട്ടാളല്ലോ വന്നത്.
ആ വ്യക്തി ചെയ്ത് നമ്മൾ കോളേജ് ചതിയാണ്. നിങ്ങൾ ഞാൻ പിന്നും പറയാന് എന്റെ കുടുംബത്തോട് പറഞ്ഞു, ആരും ആ 100 അജ്മീറിനെ അന്നത്തോട് കഷ്ടം അവസാനിപ്പിച്ച്. അതേ പാട്ടിലത്തെ ഈ MS വിഭാഗത്തിന് അയാളുടെ കുടുംബവും അന്നത്തോട് അവസാനിച്ച 100 അജ്മീർ പൈസ തന്ത്രമാണ്. ഒരുപാട് മഹാന്മാരെ വിളിച്ച് ബൊബ്ബ ഇട്ട് കുറെ പരസ്യം ഇട്ട്, അതിനൊക്കെ കുറെ പെണ്ണുങ്ങൾക്ക് കുറെ ആണുങ്ങളൊക്കെ പരസ്യം ഇട്ട് ആ പൈസ ഇട്ടാണ് ഒരു പരിപാടിയാണ്. ആ നമ്മുടെ മനസ്സിന്റെ വികാരം കൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളെ മുമ്പിൽ പറഞ്ഞതിൽ മൂപ്പർ പറഞ്ഞ കാരണവശങ്ങളിൽ നിങ്ങൾ ഞാൻ അവസാനിക്കില്ല. ഞാൻ വണ്ടി വന്നാൽ കോടതിക്ക് വരെ പോകുമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ടക്കിനോട് ഞാൻ ഉറൂസ് കഴിഞ്ഞിട്ടായിട്ട് ആലോചിക്കും. ഞാൻ ആയിട്ട് കോടതിക്ക് വരെ പോകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അവിടെ. കൂടുതൽ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേറെ